നമ്മുടെ കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രശസ്തമായതാണ് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ്. 1800 മുതൽ തിരുവിതാംകൂറിന്റെ അടയാളപ്പെടുത്തലായി തുടരുന്ന ആരാധനാലയം ദിവസവും 100-ലധികം വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ്. ദക്ഷിണ കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച അപൂർവം മുസ്ലിം ആരാധനാലയങ്ങളിൽ ഒന്നുകൂടിയാണ് പാളയം ജുമാ മസ്ജിദ്. ഇന്നത്തെ ദൈവമേ കൈതുരാമിൽ നമ്മൾ കാണുന്നതും പാളയം ജുമാ മസ്ജിദിലെ മനോഹരമായ കാഴ്ചകളാണ്. ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി മസ്ജിദ് ജിഹാൻ നുമ. പാളയം ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ലോകവും ഇവിടുത്തെ മനുഷ്യരും ഇവിടെ പ്രതിഫലിക്കുന്നു, വേർതിരിവുകൾ ഒന്നുമില്ലാതെ. രണ്ട് പതിറ്റാണ്ടിലധികം പഴക്കമുണ്ട് പാളയം ജുമാ മസ്ജിദിന്. തിരുവനന്തപുരത്ത് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളം സൈനിക ആവശ്യങ്ങൾക്കായാണ് പള്ളി നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി പട്ടാളപ്പള്ളി എന്നും പാളയം പള്ളി അറിയപ്പെടുന്നു. ഓരോ കാലഘട്ടത്തിലും മാറി മാറി വന്ന സൈനിക ഉദ്യോഗസ്ഥർ പള്ളിയുടെ ഘടനയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുകയും സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പട്ടാളക്കാരായ ആളുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. അവരിൽ മുസ്ലിങ്ങളും അതുപോലെ ഹൈന്ദവ സഹോദരങ്ങളും എല്ലാം ഈ പട്ടാളക്കാരിൽ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് അവരുടെയൊക്കെ താല്പര്യപ്രകാരം അവർ മസ്ജിദും അതിനോട് തോളോട് തോൾ ചേർന്ന് ക്ഷേത്രവുമെല്ലാം ക്രമീകരിക്കുകയായിരുന്നു. അപ്പം അന്നത്തെ ഒരു രാജാക്കന്മാരുടെ ഒരു നിരീക്ഷണമെല്ലാം ആ ഒരു ക്രമീകരണത്തിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇന്ന് കാണുന്ന പാളയം പള്ളിയുടെ നിർമ്മിതിയിലേക്ക് എത്തുന്നത് 1960-കളിലാണ്. 1967-ൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത പള്ളിയിൽ ഒരേ സമയം 2000 വിശ്വാസികൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. കേരള വാസ്തുവിദ്യ ശൈലിയെ മുഗൾ കാലഘട്ടത്തിലെ നിർമ്മിതികളോട് ചേർത്ത് സമന്വയിപ്പിച്ചിരിക്കുന്ന നിർമ്മാണം. തലസ്ഥാന നഗരിയുടെ അടയാളപ്പെടുത്തലുകളായി മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ, ഭിത്തികളിൽ സൂക്ഷ്മതയോടെയുള്ള കൊത്തുപണികൾ, വലിപ്പം വിളിച്ചോതുന്ന താഴികക്കുടങ്ങൾ. പുണ്യമാസമായ റമദാനിൽ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ഇരുവശങ്ങളിലുമായി പാളയം ഗണപതി ക്ഷേത്രവും സെന്റ് ജോസഫ് ലാറ്റിൻ കത്തീഡ്രൽ പള്ളിയും. മതനിരപേക്ഷ കേരളത്തിന്റെ ചിഹ്നമായി പാളയം ജംഗ്ഷൻ മാറുന്നതും വിശ്വാസത്തിന്റെ വിശാലമായ ഈ അർത്ഥങ്ങളിലാണ്. പാളയം ജുമാ മസ്ജിദ് എന്ന് പറയുമ്പോൾ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും കടന്നു കയറാൻ പറ്റുന്ന ഒരു ആരാധനാലയം. വിശ്വാസികൾ, മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളും വരാറുണ്ട്. തലസ്ഥാന നഗരിയെ ഒരു ക്യാൻവാസിലേക്ക് പകർത്തിയാൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ചരിത്ര നിർമ്മിതി. എണ്ണമറ്റ വിശ്വാസികളുടെ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുന്ന മുസ്ലിം പള്ളി. കേരളത്തിന്റെ മതസൗഹാർദ്ദ പെരുമ ലോകത്തോട് വിളിച്ചു പറയുന്ന അടയാളപ്പെടുത്തുകളിൽ ഒന്നുകൂടിയാണ് പാളയം ജുമാ മസ്ജിദ്. തിരുവനന്തപുരത്ത് നിന്നും ഷിബു ചെടിച്ചേരിക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.